നമസ്കാരം. ഒരു പുതിയ യാത്രയുടെ വിശേഷമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ യാത്ര ആരംഭിക്കുന്നത് സെപ്റ്റംബറിലാണ്. നമ്മൾ അന്റാർട്ടിക്ക എക്സ്പെഡീഷൻ പോയിരുന്നു. അന്റാർട്ടിക്ക എന്ന് പറയുന്നത് ഭൂമിയുടെ സദേൺ മോസ്റ്റ് എൻഡാണ്. ഇപ്പോൾ ഇത്തവണ പോകുന്നത് ആർട്ടിക്കിലേക്കാണ് പോകുന്നത്. ആർട്ടിക് എക്സ്പെഡീഷനാണ്. ആർട്ടിക് എക്സ്പെഡീഷനിൽ 3 സ്ഥലങ്ങളാണ്. ഒന്ന് ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, സോൾബാഡ്. അന്റാർട്ടിക്കയിലേക്ക് നമ്മൾ ക്രൂയിസിൽ ഷിപ്പിലാണ് പോയതെങ്കിൽ ഇത് ഫ്ലൈറ്റിലാണ് പോകുന്നത്. നോർവേയിലെ ഓസ്ലോയിലേക്ക് പോകും നമ്മൾ ആദ്യം. അവിടെ നിന്നാണ് ലോങ് എയർബെന്നിലേക്ക് പോകുന്നത്. ആർട്ടിക്കിലെ സോൾബാഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ലോങ് എയർബെൻ എന്ന് പറയുന്ന എയർപോർട്ട് ഉള്ളത്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത, സോൾബാഡ് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത, അവിടെ ആകെ 2500 ആളുകളേ ഉള്ളൂ. മനുഷ്യർ 2500 ഉള്ളൂ. പക്ഷെ 3000-ലധികം ഹിമക്കരടികളുണ്ട്. സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള പോളാർ ബെയറുകളുടെ നാടാണ് സോൾബാഡ്. നിങ്ങൾ അറോറ എന്ന് കേട്ടിട്ടുണ്ടോ? അറോറ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് കേട്ടിട്ടുണ്ടാവില്ല. ധ്രുവദീപ്തി എന്നാണ് അതിന് മലയാളത്തിൽ പറയുന്നത്. അതിന് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള പേര് നോർത്തേൺ ലൈറ്റ്സ് എന്നാണ്. നോർത്തേൺ ലൈറ്റ്സ് സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ കാണാൻ പറ്റും. ഇത് ധ്രുവദീപ്തി ഏറ്റവും നന്നായി കാണുന്നത്, അല്ലെങ്കിൽ ഈ നോർത്തേൺ ലൈറ്റ്സ് ഏറ്റവും നന്നായി കാണുന്നത് വിന്ററിലാണ്. അതുകൊണ്ടാണ് വിന്ററിന്റെ തുടക്കമായ സെപ്റ്റംബറിൽ തന്നെ നമ്മൾ പോകുന്നത്. ഈ സ്ഥലത്തിന് സോൾബാഡിന്റെ ഒരു വേറൊരു പ്രത്യേകത, ആളുകൾ എല്ലാം പുറത്തിറങ്ങുമ്പോൾ തോക്ക് കയ്യിൽ വെച്ചേ ഇറങ്ങാവൂ എന്ന് പറയുന്ന ഒരേ ഒരു രാജ്യമാണ്. ലോകത്ത് വേറെ എവിടെയും തോക്ക് കയ്യിൽ വെക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ഈ അടുത്ത് അമേരിക്കയിൽ പോയപ്പോൾ അവിടെ എഴുതി വെച്ചിട്ട് ഡോണ്ട് എൻ്റർ വിത്ത് ലോഡഡ് ഗണ്ണ്. പക്ഷേ ഇവിടെ യു മസ്റ്റ് ഹാവ് എ ലോഡഡ് ഗൺ. ഈ സോൾബാഡിലെ പ്രധാനപ്പെട്ട കാഴ്ച എന്ന് വെച്ചാൽ അത് ഈ രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഒന്ന്, ഈ സോൾബാഡ് നമ്മൾ പറഞ്ഞ നോർത്തേൺ മോസ്റ്റ് സിറ്റിയാണ്. നമ്മൾ നോർത്തേൺ മോസ്റ്റ് എയർപോർട്ടിലാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. ഇതിന് 7 പ്രത്യേകതകളാണ് ഈ സോൾബാഡിനുള്ളത്. ഒന്ന്, മനുഷ്യരെക്കാൾ കൂടുതൽ ഹിമക്കരടികളുള്ളത്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ മനുഷ്യന് മരിക്കാൻ അനുവാദമില്ല. മരിക്കണമെങ്കിൽ അവൻ നോർവേയിലേക്ക് വരണം. അത് നോർവേയുടെ ഒരു പാർട്ടാണ് ഈ സോൾബാഡ് എന്ന് പറയുന്നത്. 1965-ലാണ് ലാസ്റ്റ് ഒരാളെ ബെറി ചെയ്തിട്ടുള്ളൂ. പിന്നെ ആ രാജ്യത്ത് ആരെയും ഇതുവരെ ബെറി ചെയ്തിട്ടില്ല. മൂന്നാമത്തത്, അവിടെ ജനിക്കാൻ പാടില്ല. അവിടെ ജനന സമയമാകുമ്പോൾ സ്ത്രീകൾ അവിടെ നിന്നും മാറിപ്പോകണം, നോർവേയാണ്. നാലാമത്തത്, ഭൂമിയുടെ എല്ലാ സീഡുകളും സൂക്ഷിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ ഭൂമിയിൽ ഏതെങ്കിലും വല്ല എർത്തുകേക്കോ ഏതെങ്കിലും വിധത്തിലോ നാച്ചുറൽ കലാമിറ്റി വന്ന് നമ്മുടെ ഏത് സീഡ് നഷ്ടപ്പെട്ടാലും നമ്മുടെ കുത്തരിയും നെല്ലരിയൊക്കെ അവിടെ ഇപ്പോഴും അതിൻ്റെ സീഡ് ബാങ്ക് ഉള്ളത് ഈ നോർവേയിലാണ്. പിന്നെ അതുപോലെ നോർവേയിലെ ഏറ്റവും അറ്റത്തുള്ള നോർത്തേൺ മോസ്റ്റ് ബ്രൂവറി. പിന്നെ അവിടെ പൂച്ചകളില്ലാത്ത രാജ്യം. ഇങ്ങനെ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു രാജ്യം, ഒരുപാട് യുണീക്ക് ഡെസ്റ്റിനേഷനുള്ള ഈ സോൾബാഡിലാണ്. അപ്പോൾ നമ്മുടെ യാത്ര നമ്മൾ ആരംഭിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്, ലുഫ്താൻസയിലാണ്. ഈ യാത്ര ആദ്യം പോകുന്നത് നോർവേയിലേക്കാണ്, ഓസ്ലോയിലാണ്. അപ്പോൾ നോർത്ത് അറിയാം, സ്കാൻഡിനേവിയൻ, ലോകത്തിൽ എല്ലാവരും പറയും സ്വിറ്റ്സർലൻഡാണ് സുന്ദരമായ രാജ്യം എന്ന്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഏറ്റവും ബ്യൂട്ടിയുള്ള രാജ്യങ്ങളിലുള്ള പ്രദേശം. എല്ലാവരും ഈ സ്വീഡൻ, ഡെൻമാർക്ക് ഒക്കെ എല്ലാവരും പോയിട്ടുണ്ടാകും. പക്ഷേ ഈ സോൾബാഡിലേക്ക്, ഈ ആർട്ടിക് സർക്കിളിലേക്ക് ആരും പോയിട്ടില്ല. നമ്മളാണ് ഈ ആർട്ടിക് എക്സ്പെഡീഷനിലൂടെ ആർട്ടിക്കിൻ്റെ ഏറ്ററ്റത്തേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. ആ ആർട്ടിക് സർക്കിളിൽ പെട്ട ഈ രാജ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിൽ ഓസ്ലോയിൽ നിന്നാണ് നമ്മുടെ യാത്ര എത്തിച്ചേരുന്നത്. ഈ ഓസ്ലോയിൽ നമ്മൾ അവിടുത്തെ ഫ്യൂഡുകൾ, അവിടുത്തെ ഈ പ്രദേശങ്ങളിലെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഗ്ലേസിയറിൽ നിന്ന് ഒഴുകുന്ന ചെറിയ ഇടുങ്ങിയ ചെങ്കുത്തായ മലകളുള്ള ഫ്യൂഡുകളാണ്. ന്യൂസിലൻഡിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അതിലത്തെ ആദ്യത്തെ ഫ്യൂഡാണ് നമ്മൾ ഈ പറഞ്ഞ നോർവേയിൽ കാണുന്നത്. അവിടെ നിന്ന് ഈ പോളാർ എക്സ്പെഡീഷൻ്റെ മ്യൂസിയം കാണുന്നു. ഓസ്ലോയിലെ അനേക ആളുകളും പോയിട്ടുണ്ടാവും. അപ്പോൾ ഓസ്ലോയിലെ പ്രധാനപ്പെട്ട കാഴ്ചകൾക്ക് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് സ്കാൻഡിനേവിയൻ എയർവേസിലാണ് നമ്മൾ സോൾബാഡിലേക്ക് പോകുന്നത്. അത് ലോങ് എയർബെൻ എയർപോർട്ടിലാണ്, നോർത്തേൺ മോസ്റ്റ് എയർപോർട്ടിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അത് ഇറങ്ങിയതിന് ശേഷം പിന്നെ അവിടെ വൈറ്റ് ഡെസേർട്ടാണ്, മഞ്ഞ് മൂടി കിടക്കുന്ന ഡെസേർട്ടാണ്, മരങ്ങളില്ലാത്തൊരു രാജ്യമാണ്. അത് മറ്റൊരു പ്രത്യേകത. ആ സോൾബാഡിൽ ഇറങ്ങിയാൽ പിന്നെ നമ്മൾ സോൾബാഡിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് 2 വിധത്തിലാണ്. ഒന്ന്, നമ്മുടെ സ്ലെഡ്ജാണ്. സ്ലെഡ്ജിലാണ് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ്. പട്ടികൾ നായ്ക്കള് വലിക്കുന്ന സ്ലെഡ്ജിൽ യാത്ര ചെയ്യാം. നമ്മൾ ഈ സോൾബാഡിൻ്റെ ഉള്ളു നഗരങ്ങൾ പ്രധാനമായിട്ട് കാണുന്നത്. നമ്മൾ ഈ സ്ലെഡ്ജിൽ കണ്ടതിന് ശേഷം
നമ്മൾ ബാരൻസ് എന്ന് പറഞ്ഞ ഒരു ക്യാമ്പ് പോകണം. ഈ ക്യാമ്പ് എന്ന് വെച്ചാൽ അവിടെ ഒരു വലിയ ഒരു താഴ്വരയിൽ ഒരു വാലിയിൽ ശൂന്യമായി കിടക്കുന്ന മഞ്ഞ് കിടക്കുന്ന അവിടെ ഉണ്ടാക്കുന്ന ചെറിയ യൂണീക്ക് ക്യാമ്പാണ്. ആ ക്യാമ്പിൽ അവരുടെ ട്രഡീഷണൽ അവരുടെ ഫുഡും ഒക്കെ ഉൾപ്പെടെ നമ്മൾ കാണാം. ആ ക്യാമ്പിൻ്റെ പുറത്തും മൊത്തം ഈ ഹിമക്കരടികളുടെ ആവാസ കേന്ദ്രമാണ്. അതുകൊണ്ട് അവിടെ പുറത്ത് പോകുമ്പോഴും ഈ തോക്കും കാര്യങ്ങളും എടുത്ത് പോകുന്നത്. ഈ ക്യാമ്പുകളിലൊക്കെ നമുക്ക് കാവൽ നിൽക്കുന്നത് ഈ ഹസ്കിയാണ്. ഈ ഹസ്കി ഡോഗ്സാണ് നമ്മൾ ഈ ക്യാമ്പിൽ നമുക്ക് കൂട്ടുകാരന് ദുബായിൽ ഹസ്കി ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അവരെ പ്രത്യേകത്തിന് വേണ്ടി ട്രെയിൻ ചെയ്യിച്ച ഇവറ്റകളുടെ മണവും ഇതൊക്കെ ഇവറ്റകൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഒരു ശരിക്കും ആ രാജ്യത്തിൻ്റെ ഒന്നാം തന്നെ അവിടെ ജനതയില്ല, പിന്നെ ആ രാജ്യത്തിൻ്റെ പരിപൂർണമായ ഉള്ളു സ്ഥലങ്ങളും നേറ്റീവ്സ് ജീവിക്കുന്ന സ്ഥലങ്ങളുമാണ് നമ്മൾ ഈ പ്രധാനമായിട്ട് അവിടെ നിന്ന് കാണുന്നത്. പിറ്റേ ദിവസം നമ്മൾ ഈ സോൾബാഡിൽ നിന്നും അവരുടെ ഫ്യൂഡിലേക്ക് കാണാൻ പോകുന്നു. അവിടുത്തെ ഫ്യൂഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു MS ബാൻഡ് എന്ന് പറഞ്ഞ ഫ്യൂഡ്, നമ്മൾ ഈ നോർവീജിയൻ ക്രൂയിസിൽ കണ്ട പോലെ അതുപോലെ ഒരു വലിയൊരു ക്രൂയിസ് കമ്പനിയുടെ ഫ്യൂഡാണ്. ഈ ഫ്യൂഡ് പോകുന്ന മില്യൺസ് ഓഫ് ഇയേഴ്സിൽ പഴക്കമുള്ള വലിയ ചെങ്കൂത്തായ മലനിരകളിലെ ഉള്ളിലേക്കുള്ള ഫ്യൂഡുകളാണ്. ആ ഫ്യൂഡുകൾ 2 കാഴ്ചകളുണ്ട്. ഒന്ന് നമുക്ക് ഏറ്റവും സുലഭമായി കാണുന്ന ഒന്ന് പോളാർ ബെയർ, പിന്നെ അവിടെ വെയിൽസ്, പിന്നെ ഈ ഫോക്സ്, നമ്മൾ ഈ പറഞ്ഞ ഹസ്കി ഫോക്സ് ഫ്യൂഡുകളിൽ കണ്ട് പോയതിന് ശേഷമാണ് തിരിച്ച് നോർത്തേൺ മോസ്റ്റ് ബ്യൂറി നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ 2 ദിവസമാണ് നമ്മൾ പൂർണ്ണമായിട്ട് ഈ പറഞ്ഞ ഈ സ്വാൾബാർഡിൽ ചെയ്യണം. അതോടുകൂടി അതൊരു കൊച്ചു രാജ്യമാണ്, അതിൻ്റെ ജനങ്ങളും ഇല്ലാത്ത ഒരു പ്രത്യേകത നിറഞ്ഞ സ്ഥലമാണ്. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഇവിടെ നിന്നൊന്നും ഒരു ഗ്രൂപ്പ് ഒരു സംഘം പോലും ഈ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെന്നും പോലും സംശയമാണ്. കാരണം അത് നമ്മൾ ആർട്ടിക് എക്സ്പെഡീഷന് ശേഷം നമ്മുടെ അന്റാർട്ടിക് എക്സ്പെഡീഷന് ശേഷം നമ്മൾ ഈ ആർട്ടിക് എക്സ്പെഡീഷൻ നമ്മൾ ഇട്ടത്. അതിനുശേഷമാണ് നമ്മൾ ഐസ്ലാൻഡിൽ എത്തിച്ചത്. ഐസ്ലാൻഡ് റെയ്ക്യാവിക്കിലാണ് നമ്മൾ ആദ്യം ഇറങ്ങുന്നത്. ഈ ഐസ്ലാൻഡ് എന്ന് വെച്ചാൽ പ്രത്യേകത അനവധി വാട്ടർഫോൾസ് നിറഞ്ഞ ഒരു സ്ഥലമാണ് ഈ റെയ്ക്യാവിക്. അവിടെ നമ്മൾ ആദ്യം ചെല്ലുന്നത് അവിടുത്തെ ഒരു ബ്ലൂ ലഗൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പ്രിങ് ഉണ്ട്. ഈ ബ്ലൂ ലഗൂൺ സ്പ്രിങ് എന്ന് വെച്ചാൽ നമ്മൾ അവിടെയുള്ള ആളുകൾക്ക് നമ്മുടെ സോണ, നമുക്ക് അവിടെ തണുപ്പ് പ്രദേശങ്ങളിൽ ശരീരം പ്രതിരോധിക്കാൻ. അപ്പം നമ്മൾ ഇറങ്ങുന്ന ദിവസം നമ്മൾ നേരെ പോയിട്ട് നമ്മുടെ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം മുഴുവൻ ചെലവഴിക്കുന്നത് ഈ ബ്ലൂ ലഗൂണിലാണ്. അവിടെ നമുക്ക് സിലിക്ക ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് അവരുടെ കൂടെ അതൊരു ഹീലിംഗ് ആണ്. നമ്മൾ ശരീരത്തിൽ സ്കിൻ തെറാപ്പി ചെയ്യുന്ന പോലെ ആ ഒരു ഇവിടെ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ ദിവസം ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ സെൽഫോസ് എന്ന സ്ഥലത്തേക്ക് പോകുന്നത്. ഈ സെൽഫോസിൻ്റെ അവിടെ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഫ്ലൈ ഓവർ എക്സ്പീരിയൻസ്. ഈ ഫ്ലൈ ഓവർ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മളൊരു ഫ്ലൈറ്റിൽ ആ രാജ്യം കാണുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടാക്കുന്നത്. നമ്മളെ കെട്ടി നമ്മളെ കാല് പൊന്തിച്ച് ഇത് ചെയ്ത് നമ്മളൊരു സ്ഥലത്തേക്ക് പോകും. ആ രാജ്യത്തെ എല്ലാ വിസ്മയ കാഴ്ചകളിലൂടെ പോകുന്ന ഒരു വളരെ ബ്യൂട്ടിഫുള്ളായ ഞാൻ ലാസ് വെഗാസ് കണ്ടിട്ടുണ്ട് ഇതിന് സമാനമായി. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഈ സെൽഫോസിലുണ്ട്. പിന്നെ അവിടെ ഉള്ള മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ലാവാ ടണൽ. ഈ ലാവാ ടണൽ നമ്മളൊന്ന് ഗാലപ്പാഗോസ് ഐലൻഡിൽ പോയി ഇപ്പോൾ കണ്ടു. അതിൻ്റെ ഏറ്റവും ഭീകരമായ വലിയ ലാവാ ടണൽ. കാരണം ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്സും യൂറോ ഏഷ്യൻ പ്ലേറ്റ്സും കൂടി ജോയിനിങ് സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഹോട്ട് സ്പ്രിങ്സും അതുപോലെ തന്നെ ഒരുപാട് ഈ തെർമൽ ആക്ടിവിറ്റി ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഒരുപാട് വാട്ടർ സ്പ്രിങ്സും ഉണ്ട്, ഒരുപാട് വെള്ളച്ചാട്ടമുണ്ട്. അങ്ങനെ പ്രകൃതിയിലെ വലിയൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇവിടുത്തെ വെള്ളച്ചാട്ടങ്ങളും ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകളുമാണ് നമ്മൾ ഈ 2ാം ദിവസം അവിടെ കാണുന്നത്. ഈ സെൽഫോസിലുള്ള മറ്റൊരു കാഴ്ചയാണ് അവിടുത്തെ വിക്ക് വില്ലേജ്. വിക്ക് വില്ലേജ് എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു വളരെ സിനിക് വില്ലേജാണ്. നമ്മൾക്ക് മനസ്സിൽ സ്വപ്നങ്ങളിലുള്ള നമ്മൾക്ക് എല്ലാവരും സ്വിറ്റ്സർലൻഡ് അതുമാതിരിയുള്ള ഓസ്ട്രിയ അതൊക്കെ നമ്മൾ ഓരോ താഴ്വാരകൾ കണ്ടുണ്ട്. അതിനേക്കാളും സുന്ദരമായ ഒരു താഴ്വരയാണ് വിക്ക് വില്ലേജ്. അവിടെയാണ് ലോകപ്രസിദ്ധമായ ബ്ലാക്ക് സാൻഡ് ബീച്ചും ലോകത്തിലെ ഏറ്റവും ഭീകരമായ തിരകളുള്ള സ്ഥലം. ആ തിരകൾ വളരെ ഭയപ്പെടുത്തുന്നതും ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ മരണപ്പെട്ടതും ആയിട്ടുള്ള ഒരു വലിയൊരു ഭീകരമായ ഒരു സ്ഥലമാണ് ഈ ബ്ലാക്ക് സാൻഡ് വിത്ത് ബീച്ച് തന്നെയുള്ളത്. ആ കാഴ്ചകളാണ് ഈ പറയുന്ന ഈ സെൽഫോസിലുള്ളത്. 3ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗോൾഡൻ റൂട്ടാണ്. എന്താ ഗോൾഡൻ റൂട്ട് എന്ന് വെച്ചാൽ 3 ഗോൾഡൻ അട്രാക്ഷൻസ് കവർ ചെയ്തിട്ടുള്ള ഗോൾഡൻ റൂട്ട് എന്നാണ്. അതൊന്ന് തിങ് വലിയർ നാഷണൽ പാർക്ക്, അതുമാതിരി അവിടുത്തെ ഗ്ലേസിയേഴ്സ്, പിന്നെ ഒരു ഗുൾഫോസ് വെള്ളച്ചാട്ടം. ഇതിൽ 3ഉം വളരെ പ്രത്യേകത എന്ന് പറഞ്ഞാണ്. ഇതിന് കണ്ടതിന് ശേഷമാണ് അടുത്ത യാത്ര പോകുന്നത് എസ്കിമോസിന്റെ നാട്ടിലേക്ക്. ഈ ഗ്രീൻലാൻഡ് ആണ് ഈ എസ്കിമോസിന്റെ നാട്. എസ്കിമോസിനെ എസ്കിമോസ് എന്ന് വിളിക്കാൻ പാടില്ല, അവരെ ഇനിറ്റ്സ് എന്ന് വിളിക്കും. ആ ഒരു ടേം നമ്മൾ പ്രത്യേകിച്ച് അവിടെ ചെല്ലുന്ന സമയം ഒരിക്കലും വിളിക്കാൻ പാടില്ല. അതിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സ്ഥലത്താണ് ഭൂമിയിലെ ഏറ്റവും അധികം
എസ്കിമോസ് പ്രധാനമായിട്ട് ജീവിക്കുന്നത് ഈ ആർട്ടിക് സർക്കിളിലാണ്. നമ്മുടെ അലാസ്കയിലുണ്ട്, കാനഡയുടെ കുറെ പ്രദേശങ്ങളുണ്ട്, പക്ഷെ അതുപോലെ ഗ്രീൻലാൻഡ്. സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഇവര് ഇഗ്ലൂ എന്ന് പറയുന്ന ഐസ് കൊണ്ടുള്ള കൂടാരത്തിലാണ്. നമ്മൾ അവരെ കാണാൻ പോകുന്നുണ്ട്, അവരുടെ ഒരു ക്യാമ്പിലേക്ക് പോകുന്നുണ്ട്. ആ ക്യാമ്പിൽ അവരുടെ കൂടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവരുടെ ഡാൻസ്, അവരുടെ ആക്ടിവിറ്റീസ്, പിന്നെ അവരെ പരിചയപ്പെടുത്തലുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവരുടെ കൂടെ ചെലവഴിക്കുന്ന ഒരു സമയമാണ് ഈ പറഞ്ഞ ഈ ന്യൂക്കിൽ. നമ്മൾ പിന്നെ ഈ ഗ്രീൻലാൻഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ റോഡ് മാർഗ്ഗം ഇല്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഇവിടെ ഏത് യാത്ര പോകുമ്പോഴും ഈ ആളുകൾ എന്തുകൊണ്ടാണ് ഈ ഗ്രീൻലാൻഡ് എക്സ്പ്ലോർ ചെയ്യാത്തതെന്ന് വെച്ചാൽ അവിടെ റോഡിൽ പോകാൻ പറ്റില്ല. അവിടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ട്രാവൽ സൊല്യൂഷൻസ് ഉള്ളു. ആ ഭൂമിയുടെ ഏകദേശം 50% മഞ്ഞു മൂടി കിടക്കുന്നതാണ്. ഇപ്പോൾ കണക്കനുസരിച്ച് ഒരു 30-40% ആളുകൾക്ക് വസിക്കാവുന്ന ഒരു സ്ഥലമുള്ളൂ. ആ സ്ഥലത്തേക്ക് മാർഗമുള്ളത് നമ്മൾ ചെറിയ ബോട്ടുകളാണ്. ബോട്ടുകൾ എന്ന് പറഞ്ഞാൽ ലക്ഷറി ക്രൂയിസ് അല്ല, അതിൽ നമുക്ക് റിസർവ്ഡ് ആയിട്ടുള്ള ബെർത്തുള്ള ചെറിയ നമ്മൾ ക്യാബിനാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ആകെ വിരലിലുണ്ടാവുന്ന ക്യാബിനേ ഉള്ളൂ. ആ വിരലിലുണ്ടാവുന്ന ക്യാബിനാണ് നമുക്കായിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി പേയ്മെൻറ്റ് കൊടുത്ത് നമ്മളത് ബുക്ക് ചെയ്തു. ആ ന്യൂക്കിലൂടെയാണ് അതിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് പോകുന്നത്. ഈ പറയുന്ന ബോട്ട് ക്രൂസിലാണ്. നമ്മളുടെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആർട്ടിക് സർക്കിൾ ക്രോസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ ആർട്ടിക് സീയിലേക്ക് പ്രവേശിക്കുന്നു. നമ്മൾ അന്റാർട്ടിക്കയിൽ പോയിപ്പോൾ നമുക്ക് അന്റാർട്ടിക് സർക്കിൾ ക്രോസ് ചെയ്യാൻ പറ്റിയില്ല. ഇതിൽ ആർട്ടിക് സർക്കിൾ നമ്മൾ ക്രോസ് ചെയ്യുന്നുണ്ട്. ആർട്ടിക് സർക്കിൾ ക്രോസ് ചെയ്തിട്ട് അത് ഗ്രീൻലാൻഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ആർട്ടിക് സർക്കിൾ ന്യൂക്കിൽ നമ്മൾ പോകുമ്പോൾ ഈ ആർട്ടിക് സർക്കിൾ ക്ലോസ് ചെയ്തിട്ടുള്ള ഇൽസാത്ത് നമ്മൾ എത്തിച്ചേരുന്നത്. നമ്മൾ ഭൂമിയിൽ അന്റാർട്ടിക്ക പോയി ഒരുപാട് കാഴ്ചകൾ കണ്ടു. പക്ഷേ ഇവിടുത്തെ ഇൽസിലാത്ത് എന്ന സ്ഥലമാണ്. ഈ സ്ഥലത്താണ് ഭൂമിയിലെ ഏറ്റവും വലിയ ഐസ്ബർഗുകളുള്ളത്. ആയിരക്കണക്കിന് ഐസ്ബർഗുകൾ ഒഴുകി നടക്കുന്ന ഒരു ഗ്ലേസിയറാണ്, ഒരു പ്രദേശമാണ് ഈ പറയുന്ന ഫ്യോർഡ്. ഇവിടുത്തെ അതിനെ പറഞ്ഞ ഐസ് ഫ്ലോയിഡ് എന്നാണ്. എനിക്ക് വെച്ച് തോന്നുന്നില്ല ഭൂമിയിൽ ഇതിനേക്കാൾ ഐസ് ഫ്ലോയിഡ് എന്നൊരു കൺസെപ്റ്റ് പോലും ഉണ്ടോന്ന്. കാരണം ആ പ്രദേശത്ത് നിന്ന് ഒഴുകി നടക്കുന്ന ആ പ്രദേശത്തിൽ അവിടുത്തെ ഗ്ലേസിയറിൽ നിന്ന് 2 മില്യൺ ടൺ ഐസ് ഒരു ദിവസം ഒഴുകി പോകാറുണ്ട്. അതിൽ ഏറ്റവും വലിയ ഭീമാകാരമായ ഈ ഐസ് നമ്മൾ അവിടെ കണ്ടെത്തിയെന്ന് പറയുന്നത് 42 കിലോമീറ്ററും നീളവും ഏകദേശം 7 കിലോമീറ്റർ വീതിയുള്ള വലിയ ഐസാണ് ഇതിലെ ഒഴുകി നടക്കുന്നത് പോലെ. അങ്ങനെ ഈ സ്ഥലങ്ങൾ മുഴുവനും കണ്ടതിന് ശേഷം ലിസ്റ്റിലാത്ത കാണും. അവിടെയും നമ്മൾ 3 ദിവസം നമ്മൾ ചെലവഴിക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ തിരിച്ച് കോപ്പൻഹേഗനിൽ വരുന്നത്. ഈ നമ്മൾ പോകുന്ന ഡെൻമാർക്ക്, അതുമാതിരി നോർവേ, ഐസ്ലാൻഡ്, പിന്നെ ഗ്രീൻലാൻഡ്, സ്വാൾബാർഡ്, ഈ 5 സ്ഥലങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ തിരിച്ച് നമ്മൾ കോപ്പൻഹേഗനിൽ വരണം. കോപ്പൻഹേഗനിൽ നിന്നാണ് നമ്മൾ തിരിച്ച് നാട്ടിലേക്കും വരുന്നത്. അങ്ങനെ ഇതുവരെ ആരും ചെയ്യാത്ത ആർട്ടിക് എക്സ്പെഡിഷനാണ് നമ്മൾ. അതും തിരഞ്ഞെടുത്ത സമയം ഈ നോർത്തേൺ ലൈറ്റ്സിൻ്റെ ഏറ്റവും വലിയ വിസിബിലിറ്റി. നമ്മൾ പോകുന്ന 2 ത്രിഫാഗൽ നാഷണൽ പാർക്ക് പറഞ്ഞില്ല, അവിടെയും അതുപോലെ തന്നെ ഈ സെൽഫോസിലും നമ്മൾ അതിൻ്റെ ഈ ഇഗ്ലു ഗ്ലാസ് ഹൗസ് കൊണ്ട് ഗ്ലാസ്സിൽ ഈ നോർത്തേൺ ലൈറ്റ്സ് കാണുന്നതിനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വൈകുന്നേരം ഭക്ഷണശേഷം നമ്മളവിടെ പോയി സ്പെൻഡ് ചെയ്യും. അവിടെ ക്യാമ്പ് ഫയർ ഉണ്ട്, അവിടെ നമ്മൾ റിലാക്സ് ചെയ്യും. അങ്ങനെ നോർത്തേൺ ലൈറ്റ്സ് നമുക്ക് കാണുന്നതിനുള്ള ഒരു സൗകര്യവും നമ്മൾ നോക്കുന്നുണ്ട്. അങ്ങനെ ആർട്ടിക് സർക്കിൾ ക്രോസ് ചെയ്യുക, അതുമാതിരി പോളാർ ബെയറിനെ കാണാം, എസ്കിമോസിനെ കാണാം, പിന്നെ നോർത്തേൺ ലൈറ്റ്സിൻ്റെ സീസണിൽ ഉള്ള ഒരു വലിയ ആർട്ടിക് ടൂറാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അത് നോർത്ത് പോൾ എക്സ്പെഡീഷൻ, നമ്മൾ ആർട്ടിക് എക്സ്പെഡീഷനും അതുപോലെ അറോറ ഹണ്ടുമാണ് നമ്മൾ ഈ യാത്രയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഇതുവരെ ആരും ചെയ്യാത്ത രീതിയിലുള്ള വളരെ ടഫായിട്ടുള്ള വിസ പ്രൊസീജിയേഴ്സാണ്. കാരണം നമ്മളിപ്പോൾ ഷെങ്കൻ വിസ കൊണ്ട് മാത്രം പോരാ, നമുക്ക് ഇനിയും വിസകൾ എടുക്കണം. പ്രത്യേകിച്ച് ഈ ഗ്രീൻലാൻഡ്, ഇപ്പോൾ അമേരിക്ക അടക്കുമ്പോൾ അവകാശം ഉന്നയിച്ച് നമുക്ക് എത്ര നാൾ സുഖകരമായി അവിടെ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഏറ്റവും വേഗത്തിൽ അത് നമുക്ക് ഗ്രീൻലാൻഡ് കണ്ടുവരണം. പിന്നെ അതുപോലെ തന്നെ സ്വാൾബാർഡും ഇതുവരെ അധികം സംഘങ്ങൾ അവിടെ എത്തിയിട്ടില്ല. കാരണം അവിടെ തന്നെ ജീവിക്കുന്ന ആളുകളും വളരെ കുറവാണ്. 2500-2600 ആളുകൾ അവിടെ അധികം. സെപ്റ്റംബർ 4-നാണ് നാമത്ര പോകുന്നത്. അത് ലുഫ്താൻസ എയർവേസിലാണ്. അത് 14 രാത്രിയും 15 ദിവസവും അടങ്ങുന്ന യാത്രയാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും വേഗത്തിൽ നമുക്കതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കണം. അതുപോലെ ബുക്കിങ്ങും വേഗത്തിൽ ക്ലോസ് ചെയ്യണം. അതിലേക്കാണ് നമ്മൾ ഈ ക്ഷണിക്കുന്നത്. അപ്പോൾ പറഞ്ഞതെല്ലാം കേട്ടല്ലോ. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ച് പറയാനുള്ള ഓർമ്മശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നല്ല ഡോക്ടറോ എഞ്ചിനീയറൊക്കെ ആയിരുന്നു. ഏതായാലും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു യാത്രയാണ്. അന്റാർട്ടിക്ക എക്സ്പെഡീഷൻ മിസ് ചെയ്തവർക്ക് ഇത് ആർട്ടിക് എക്സ്പെഡീഷൻ എപ്പോഴാണ് അതിൻ്റെ കൂടെ നമ്മളും ഉണ്ടാവില്ലേ? ഈ ആർട്ടിക് എക്സ്പെഡീഷനിൽ ഞാൻ എന്തായാലും ഉണ്ട്. ഞാനും ഉണ്ടാവും.
ലോകം ഇങ്ങനെ നമ്മൾ റൗണ്ട് ചെയ്തു 7 ഭൂഖണ്ഡങ്ങളിൽ പോയി. സദേൺ മോസ്റ്റ് എൻഡിൽ പോയി, ഇനി നോർത്ത് എൻഡിൽ കൂടി പോയി കഴിഞ്ഞാൽ ഭൂമി ഏതാണ്ട് ഒരു റൗണ്ട് വെച്ചു. നിങ്ങൾക്കും സ്വാഗതം.